ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഹോം ടൂർ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ചോദിച്ചിട്ട് ലൈവിലും കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യോ എന്നുള്ളത്. അപ്പം കുറെ പേര് പറഞ്ഞു ചെയ്യണമെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഹോം ടൂർ തന്നെ ആക്കാം. നമുക്ക് പുറത്തുനിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാല്ലേ. അപ്പൊ ഗൈസ്, നമ്മളിതാ വീട്ടിന്റെ മുറ്റത്താണ് നിൽക്കണം. മുറ്റത്തല്ല, നമ്മൾ റോഡിലാണ് നിൽക്കണം. അപ്പൊ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഞങ്ങൾ ഈ ഫ്രണ്ടിലുള്ള കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് വീടുകളുള്ള ഏരിയ എന്നല്ല, കുറച്ച് വീടുകൾ അപ്പുറമൊക്കെ ഉള്ളു. നമ്മളപ്പുറത്തേക്ക് വീടില്ല, ഇപ്പുറത്താണ് വീടുള്ളത്, മൂത്തമ്മാന്റെ വീട്. അപ്പൊ നമുക്കിനി നേരെ വീട്ടിനുള്ളിലോട്ടേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഗേറ്റ് ആണുള്ളത്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ കൂടിയിട്ട് ഏകദേശം 4 വർഷം ആവുന്നേ. ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള പ്ലാനുകളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് തയ്യാറാക്കിയെടുത്തൊരു സ്വപ്ന വീട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഒരുപാട് ചെടികൾ കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്റെ അമ്മക്ക് ഒരുപാട് ഇഷ്ടമാണ് ചെടികൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ വീടിന്റെ അപ്പുറത്തെ സൈഡിൽ കാണുന്നത് എന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠൻ, അതായത് എന്റെ മൂത്താപ്പാന്റെയും മൂത്തമ്മാന്റെയും വീടാണ്. അപ്പുറത്തുള്ളതൊരു തോട്ടം, അതിനപ്പുറത്ത് പുഴ, ആ കാണുന്നത് ഒരു ഒഴിഞ്ഞ ബിൽഡിംഗ് ആണ്. അപ്പൊ ഗൈസ്, നമ്മള് വീടിന്റെ ഇങ്ങനെ സൈഡിൽ വന്നിട്ട് വയലും പുഴയൊക്കെ ആയിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പൊ ഇവിടെ മിക്ക സമയത്തും നല്ല കാറ്റുണ്ടാവും. വീട്ടില് കുറെ ചെടികളുണ്ട്, ഇമ്മച്ചിക്ക് ഇഷ്ടമാണ്. അതെ ഗൈസ്, സ്വന്തമായിട്ടൊരു വീടായപ്പോ ഉമ്മാക്ക് ചെടികൾ വെച്ച് അലങ്കരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടം. ഉമ്മ മടിയില്ലാതെ പൈസ നോക്കാതെ ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ചെടികളെയാണ്. മക്കളെ പോലെ പൊന്നു പോലെയാണ് ഉമ്മ നട്ടു വളർത്തി കൊണ്ടു നടക്കുന്നത്. അപ്പൊ ഗൈസ്, മുറ്റത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് നേരെ വീട്ടിന്റെ ഉള്ളിലോട്ടേക്ക് കിടക്കാം. വീട്ടിൽ കയറി വരുമ്പോ ഇങ്ങനെയാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഉള്ളത്. കേറി വരുന്ന സിറ്റ് ഔട്ട് ഇതാ ഇങ്ങനെയാണ്, ഒരു എൽ ഷേപ്പിലാണ് എന്നൊക്കെ പറയാം. ഇങ്ങനെ വന്നിട്ട് തിരിഞ്ഞ് അങ്ങനെ പോകും. ഇരിക്കാനൊരു തിണ്ട്, പിന്നെ അതിനപ്പുറത്ത് 2 കസേര. അതിനുള്ളിലായിട്ട് കാണുന്നത് നമ്മുടെ ഒരു ബാത്റൂമാണ്. വീട്ടിൽ ഒട്ടും ക്ഷാമല്ലാത്തൊരു കാര്യമാണ് ബാത്റൂം. ഒരു പരിപാടിയൊക്കെ ഉണ്ടാവുമ്പോൾ ആണുങ്ങൾക്ക് യൂസ് ചെയ്യാം. അത്ര പരിചയമില്ലാത്ത ആരെങ്കിലും പെട്ടെന്ന് പുറത്തുനിന്നൊക്കെ വന്നിട്ട് യൂസ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചാൽ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പുറത്തൊരു ബാത്റൂം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. വെൽങ്ങനെയൊന്നുമില്ല, ഒരു മിതമായ വലുപ്പത്തിലുള്ള ഒരു ബാത്റൂം. ഇനി വാതിൽ തുറന്നിട്ട് നേരെ വീട്ടിനുള്ളിലോട്ടേക്ക് കയറാം. നേരെ നമ്മൾ കയറി ചെല്ലുന്നത് ഹാളിലോട്ടാണ്. അവിടെ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, ഒരു ഡൈനിങ് ടേബിളും ചുറ്റും കുറച്ച് കസേര. വാതിൽ തുറന്നിട്ട് നേരെ ഇടത്തോട്ട് തിരിഞ്ഞാൽ കാണുന്നതാണ് ലിവിംഗ് റൂം ഓർ ഓഫീസ് റൂം എന്നൊക്കെ പറയാം. ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഉള്ളിൽ കയറിയിട്ട് സംസാരിക്കാനൊക്കെ പാകത്തിനുള്ള ഒരു മുറി. അവിടെ ഒരു സോഫ സെറ്റ് ഉണ്ട്, 2 ടീപ്പോയ് ഉണ്ട്, 2 കസേരയും കൂടി ഇട്ടിട്ടുണ്ട്. സോഫ സെറ്റ് കറക്റ്റ് അളവൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട കളറിൽ കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിച്ചതാണ്. പിന്നെ തിരിയുമ്പം ആ സൈഡിൽ ഒരു ഷോക്കേസ് വരുന്നുണ്ട്. അവിടെ ഉമ്മ ഞങ്ങൾക്ക് കിട്ടിയ ട്രോഫികളും കിട്ടിയ ഫ്രെയിംസ്, ഞാൻ ഉണ്ടാക്കുന്ന അല്ലറ ചില്ലറ ക്രാഫ്റ്റുകളും, പിന്നെ ഉമ്മച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെയാണ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് ഇറങ്ങിയാൽ നേരെ ഹാളിലോട്ടേക്കാണ്. ഹാളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, മേശയും പിന്നെ കുറച്ച് കസേരകളും, പിന്നെ സൈഡിലായിട്ട് ഒരു വാഷ് ബേസിൻ ഉണ്ട്. നമ്മൾ നിലത്ത് പതിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ഗ്രാനൈറ്റ് ആയതുകൊണ്ട് അതിന് മാച്ച് ആവുന്ന രീതിയിൽ ലൈറ്റ് ഡാർക്ക് ഗ്രേ കളറിലാണ് നമ്മൾ താഴെ വരുന്ന കബോർഡുകളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഭക്ഷണം കഴിച്ച് വരുന്നവർക്കൊക്കെ കൈ കഴുകാനായിട്ട് ഇവിടെ നോർമൽ ആയിട്ടൊരു വാഷ് ബേസിൻ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. താഴെ വരുന്ന കബോർഡിൽ നമ്മൾ മെയിൻ ആയിട്ടും ചെരുപ്പുകളാണ് ഇട്ട് വെക്കാറുള്ളത്. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് കോണിയുടെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ഇതുപോലെ ബോക്സ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിലും ഇതുപോലെ നെവീദിന്റെ സൈക്കിൾ, ഇൻവെർട്ടർ, ചെരുപ്പുകൾ ഇതൊക്കെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതാവുമ്പോ വെക്കാനൊരു സ്പേസും ആകും, അവിടെ ഇവിടെയും അലസമായി കിടക്കാതെ ഒരു നീറ്റ്നെസ് ഉണ്ടാവുമല്ലോ. ഹാളിന്ന് ഇങ്ങനെ നേരെ പോകുമ്പോൾ ഇവിടെ ഇതുപോലെ ഒരു കുഞ്ഞു സ്പേസ് വരുന്നുണ്ട്. അപ്പൊ അവിടെ താഴെ ഒരു ബോക്സും മേൽഭാഗത്ത് ഉപ്പച്ചൊരു ഷോക്കേസും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്ന ബോട്ടിൽ ആർട്ടും ക്രാഫ്റ്റ് വർക്കുകളൊക്കെ മോസ്റ്റ്ലി എന്റേതാണ്. പിന്നെ കുറച്ച് ഉമ്മച്ചി പൂക്കളും വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഫ്ലവർ വൈസ് ഒക്കെ ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മുറികളും ഹാളിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ലിവിംഗ് റൂം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അജുവിന്റെ റൂമാണ്. ഉമ്മാന്റെ ഉപ്പാന്റെയും അജുവിന്റെ റൂമാണ് താഴെ ഉള്ളത്. താഴെ 2 ബെഡ്റൂം ആണ്. റൂമിൽ എന്താ ഉള്ളത്, കട്ടിലുണ്ട്, അടുത്ത് തന്നെ ഒരു ചെറിയ ടീപ്പോയി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ചാല് എല്ലാരും റൂമിൽ നിന്നും ജനവാതിൽ വഴി നോക്കിയാൽ നല്ല വ്യൂ ആട്ടോ. ഇപ്പുറത്തെ എന്റെ അലമാറയുണ്ട്, അലമാറിന്റെ തൊട്ടപ്പുറത്ത് ഡ്രസ്സിന്റെ ഒരു ഹാങ്ങർ ഉണ്ട്. എന്റെ ഉമ്മ ഈ ഡെക്കോർസിന്റെ ഒക്കെ ഒരു പ്രാന്തി ആയതുകൊണ്ട് എല്ലായിടത്തും ഇതുപോലെ കുറെ പൂവും ചെടികളൊക്കെ കാണാട്ടോ. പിന്നെ കട്ടിലിന്റെ സൈഡിലായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. തുറന്ന് ഉള്ളിലോട്ട് നോക്കിയാൽ നല്ല നീളമുള്ള വീതി കുറഞ്ഞ ബാത്റൂമാണ് ഇവിടെ എല്ലാ മുറികളിലും ഉള്ളത്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താന്ന് വെച്ചാല് അങ്ങ് ഓരത്തായിട്ട് ടോയ്ലറ്റും മിഡിലായിട്ട് കുളിക്കാനുള്ള ഏരിയയും അതിന്റെ ഷവറും കാര്യങ്ങളും, ഈ ഒരു അറ്റത്തായിട്ട് പല്ല് തേക്കാനും ഫേസ് വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് വാഷ് ബേസ്. അങ്ങനെ നീളത്തിലുള്ള ഒരു ബാത്റൂമാണത്. കാണുന്നവരൊക്കെ പറയാറുണ്ട് ഒരു കട്ടിലിട്ട് കടന്നിറങ്ങാനുള്ള സ്ഥലം ഉണ്ടല്ലോ, പക്ഷെ അത് നല്ലൊരു സൗകര്യാട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടപ്പുറത്ത് തന്നെയാണ് ഉപ്പാന്റെ
ഉമ്മാന്റെ റൂം ഉള്ളത്. ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ് ആ ഒരു മുറി ഉള്ളത്. കട്ടിലും അലമാറകളും വെച്ച പൊസിഷന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അവിടെ പിന്നെ അലമാറിന്റെ അടുത്തായിട്ട് ഒരു സിംഗിൾ സോഫ വരുന്നുണ്ട്. തുണികൾ മടക്കി വെക്കാത്തൊന്നും നോക്കണ്ട, അതിപ്പോ എടുത്തുകൊണ്ട് വന്നതാണ്. പെട്ടെന്നുള്ള വീഡിയോ എടുപ്പ് ആയതുകൊണ്ട് ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പ്രിപ്പയർ ആവാനൊന്നും ആയിട്ടില്ല. പിന്നെ അതിന്റെ ഒരു ആർട്ടിഫിഷ്യൽ ആക്കി ഓവർ ആക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇപ്പൊ ഈ കാണുന്ന കോലത്തിലാണ് നമ്മുടെ വീട് എന്നും ഉണ്ടാവാറുള്ളത്. അവന്റെ മുറി കണ്ടതുപോലെ തന്നെ ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു ബാത്റൂം ഇതാ ഈ മുറിയിലും ഉണ്ട്. എക്സ്ട്രാ എന്ന് പറയാനായിട്ട് ഈ ഒരു ബാത്റൂമിൽ ഹീറ്റർ ഉണ്ട്. എപ്പോഴും അങ്ങനെ ഇതുകൊണ്ട് ആവശ്യം വരാറൊന്നുമില്ല. പിന്നെ ഡിസംബറിലൊക്കെ ഇവിടെ കൊടും തണുപ്പാവണ സമയത്ത് വല്ലപ്പോഴൊക്കെ ഒരു ആവശ്യം വരാറുണ്ട്. ആ മുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ തന്നെയാണ് നമുക്ക് അടുക്കളയിലോട്ട് പോകാനുള്ള ഡോർ. ആദ്യം നമ്മൾ അടുക്കളയാക്കാൻ വിചാരിച്ചത് ഇതായിരുന്നു. പിന്നെ ഇത് നമ്മൾ അടുക്കളയാക്കിയില്ല, പുറത്തോട്ട് ഇറക്കി. ഇവിടെ പ്രധാനമായിട്ടും നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ട്. തൊട്ടപ്പുറത്തായിട്ട് തന്നെ ഷോക്കേസും വരുന്നുണ്ട്. എനിക്ക് കുഞ്ഞുനാൾ തൊട്ട് കിട്ടിയ സമ്മാനങ്ങള്, അനിയത്തിക്കും അനിയന്മാർക്കും ഒക്കെ കിട്ടിയ സമ്മാനങ്ങള്, വീട്ടുകൂടലിന് കിട്ടിയ സമ്മാനങ്ങള്, അതൊക്കെയാണ് ഏകദേശം ഉമ്മ ഈ ഒരു ഷോക്കേസിൽ നിറച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പുറത്തന്നെ ഒരു സ്ലാബ് വരുന്നുണ്ട്. അതിമ തന്നെ നമ്മളെ ഓവൻ വെച്ചിട്ടുണ്ട്. താഴ്ഭാഗത്ത് ഫുള്ള് നമ്മൾ കബോർഡ് വെച്ചേക്കുവാണ്. കബോർഡിനുള്ളിൽ നമ്മുടെ പുതപ്പുകള്, അതേപോലെ തന്നെ തലക്കിണികള്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, പിന്നെ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 3 ഡോറിൽ വരുന്ന ഒരു കബോർഡ് ഉണ്ട്. പിന്നെ ഇതാ അവിടെ ആയിട്ടൊരു സിങ്ക് വരുന്നുണ്ട്. അതിനിപ്പുറത്തായിട്ട് കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെ ഉമ്മാന്റെ മെയിൻ ആയിട്ട് പാത്രം വെക്കുന്ന ഏരിയ ഈ മേലെ കാണുന്നതാണ്. ഈ ബർത്തിന്റെ 3 സൈഡിലായിട്ടും ഉമ്മാന്റെ അടുത്തുള്ള എല്ലാ പാത്രങ്ങളും അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് തൊട്ടിട്ട് ഇതുവരെയുള്ള എന്റെ ഉമ്മായുടെ പാത്ര കളക്ഷൻസ് ആണ്. വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മാന്റെ അമ്മായിമ, അതായത് എന്റെ ഉപ്പാന്റെ ഉമ്മാക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഇഡ്ലി ചെമ്പ് പോലും ഇപ്പോഴും ഉമ്മാന്റെ കയ്യിലുണ്ട്. പിന്നെ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റോർ റൂം വരുന്നുണ്ട്. 3 തട്ടാണ്. അവിടെ നമ്മുടെ അരിയും സാധനങ്ങളും അങ്ങനെ എക്സ്ട്രാ വരുന്ന ഐറ്റംസ് ഒക്കെ വെക്കാറുണ്ട്. നടുപോഷനിലായിട്ട് നമ്മുടെ ചെറിയ ചെറിയ ഗ്ലാസ്സുകള്, അതേപോലെ തന്നെ ചെറിയ കുഞ്ഞി ബൗളുകള്, അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുണ്ട്. മേൽഭാഗത്തായിട്ട് നമ്മുടെ ഹാർപ്പിക്ക്, അങ്ങനത്തെ കുറച്ച് ലിക്വിഡും സാധനങ്ങളൊക്കെ മേടിക്കുമല്ലോ. പിന്നെ വലിയ ബിരിയാണി ചെമ്പുണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് സ്റ്റോർ റൂം ഫില്ല് ചെയ്ത്. പിന്നെ നേരെ ഇറങ്ങി ചെല്ലുന്നതാണ് നമ്മുടെ മെയിൻ കുക്കിംഗ് ചെയ്യുന്ന അടുക്കള അല്ലെങ്കിൽ വർക്ക് ഏരിയ എന്നൊക്കെ പറയാം. സൈഡിൽ കാണുന്ന അടുപ്പ് നമ്മൾ യൂസ് ചെയ്യാറില്ല. കാരണം ഇവിടെ എന്തെങ്കിലുമൊക്കെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ പുകയും ഇതും കാരണം ഇവിടുന്ന് ഇറങ്ങി ഓടേണ്ടി വരും. സോ അതുകൊണ്ടാണ് മണ്ടേ കയറ്റി നമ്മൾ ഗ്യാസ് അടുപ്പ് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് കുപ്പികളും നമ്മുടെ പൊടികളൊക്കെ വെക്കാനായിട്ട് ഒരു 3 തട്ടിൽ വരുന്ന ഒരു ചെറിയൊരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ചെറിയൊരു ബർത്തും വരുന്നുണ്ട്. പിന്നെ ഇതായത് നമ്മൾ കത്തിയൊക്കെ ഇട്ടേക്കുന്നൊരു പാട്ട. പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്ലാബ് വരുന്നുണ്ട്. താഴെ കബോർഡ്, അതിലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പാത്രങ്ങളും വെക്കുന്നത്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ടൊരു സിങ്കും വരുന്നുണ്ട്. പാത്രങ്ങളും എപ്പോഴും കഴുകിയിട്ട് പുറത്ത് കൊണ്ടുപോയി വെയിലത്തിട്ട് ഉണക്കിയിട്ടാണ് കബോർഡിൽ വെക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ യാതൊരു പൂപ്പലും പായലും സ്മെല്ലും ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ തയ്യൽ മെഷീൻ ഉണ്ട്. അതിനപ്പുറത്തായിട്ട് ഞാനും ഉമ്മയും കൂടി കഥ പറഞ്ഞിരിക്കുന്ന ഒരു തിണ്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തെ തിണ്ടിലാണ് കെറ്റിലും മിക്സിയും പിന്നെ അതേപോലെ തന്നെ ജ്യൂസറും കറണ്ടടുപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ അടുക്കളേൻ്റെ തൊട്ടിപ്പുറത്തന്നായിട്ട് ഒരു കുഞ്ഞു മുറിയുണ്ട് നമ്മുടെ തയ്യൽ മെഷീൻ്റെ ഇപ്പുറത്തായിട്ട്. അത് പ്രയർ റൂമാണ്, നിസ്കരിക്കാനൊക്കെയുള്ള മുറി. അപ്പോൾ നിസ്കരിക്കാനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അതൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരു വൃത്തിക്ക് ഒരു മുറിയിൽ എല്ലാ കാര്യങ്ങളും ഇരുന്നോളും, പരന്ന് പിടിച്ചിട്ട് അവിടെ ഇവിടെ ഒന്നും കിടക്കൂല. പിന്നെ ഇത് നമ്മളുടെ ഒരു അലമാരയാണ്. ഇത് പറ്റുമെങ്കിൽ ഒരു ദിവസം എടുത്ത് നൗറാൻ്റെ മുറി കൊണ്ടുപോയിടണം. ഇതിവിടെ വെക്കാനുള്ളതല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഈ കാണുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പൺ ടെറസിലോട്ടേക്കാണ്. അത് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മേൽപോഷനിൽ വന്നിട്ടുള്ളൊരു സ്പേസ് അഥവാ ടെറസിൽ നമ്മൾ ചുറ്റും ഗ്രില്ലിട്ടിട്ട് മേലെ നമ്മൾ ഷീറ്റ് ഇട്ട് കവർ ചെയ്തതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഒരു സ്പേസ് ഹെൽപ്ഫുള്ളാണ്. ഇപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള തേങ്ങ, അതേപോലെ തന്നെ കുഞ്ഞു വേസ്റ്റ് ഐറ്റംസ്, വേസ്റ്റ് എന്നല്ല, ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പണി കഴിഞ്ഞാൽ ബാക്കി വരുന്ന കുറച്ച് സിമെൻറ്റ്, കുറച്ച് പെയിൻറ്റ്, പിന്നെ പൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മളിത് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ വെക്കാനായിട്ട് ഈ ഒരു ഭാഗം ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ കണ്ടില്ല ഫുള്ള് വ്യൂ നമുക്ക് ഇങ്ങനെ കാണാം. ഇതിൻ്റെ രസം അറിയണമെങ്കിൽ വൈകുന്നേര സമയത്ത് നമ്മളിങ്ങനെ നിന്നാൽ നല്ല രസമുള്ളൊരു കാറ്റും നല്ല രസമാണ് ഇവിടെ വന്ന് നിൽക്കുക. എനിക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ എവിടെയാണ് വന്ന് നിൽക്കുക. പിന്നെ ഇതാ നമ്മളിവിടെ ഒരു മേശ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് മെയിനായിട്ട് നമ്മൾ അലക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇവിടെയാണ്. പിന്നെ തിരുമ്പി തോര ഇടാനായിട്ട് നമ്മളിവിടെ അയലും കെട്ടിയിട്ടുണ്ട്. നല്ല കാറ്റുള്ളത് കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ മടക്കാനും ഇസ്തിരി ഇടാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു മേശ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അടുക്കളയിൽ നിന്നും നമ്മൾ നേരെ വാതിൽ തുറന്നാൽ ഇതാ ഇങ്ങനെയാണ് പുറത്തോട്ട് വരുന്നത്. പുറത്ത് ഇതുപോലെ ഒരു കുഞ്ഞി ഏരിയ ഉണ്ട്. നമ്മളിവിടെ ഒരു തിണ്ടും കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പം എല്ലാവർക്കും വന്നിരുന്നിട്ട് സൊറ പറയാനും പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ അരിയാനൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ആ ഒരു ഏരിയ. പിന്നെ നമ്മുടെ കിണറുണ്ട്. പിന്നെ ഇതാണ് ഉമ്മാൻ്റെ അടുക്കള കൃഷി എന്ന് പറയാൻ പറ്റുന്നത്. ഇവിടെ ഉമ്മാൻ്റെ കുഞ്ഞു കൃഷികളൊക്കെ ആയിട്ട് പോകുന്ന ഒരു നല്ല രസമുള്ളൊരു
ഏരിയ ആണ്. പിന്നെ ഇതാ ആ കാണുന്നതാണ് നമ്മുടെ തിരുമ്പണ കല്ല്. സത്യം പറഞ്ഞാൽ അതൊരു അൺയൂസ് ആയിട്ടാണ്. നമ്മളിവിടെ ആരും കല്ലേലിട്ട് അങ്ങനെ അധികം തിരുമ്പാറില്ല. പിന്നെ തിരുമ്പുന്ന ഉമ്മ മാത്രമാണ്. പിന്നെ പുറത്ത് ഒരു കുഞ്ഞി ബാത്റൂമും കൂടിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബാത്റൂമിന് ഇവിടെ ഒട്ടും ക്ഷാമം ഇല്ല കേട്ടോ. ഇനി വാ ഗൈസ്, ഞാൻ മേൽപോഷം കാണിച്ചു തരാം. മേലാണ് എൻ്റെ നൗറാൻ്റെ ഒക്കെ റൂം വരുന്നത്. അപ്പം ഞാൻ ഹാള് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഡൈനിങ് ടേബിളും കസേരയൊക്കെ ഉള്ള. അതിൻ്റെ സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കോണി. ആ കോണി മേലോട്ടേക്ക് ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ചെറിയ ഫ്രെയിംസും പിന്നെ അതേപോലെ ഇതുപോലത്തെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒക്കെ പ്ലാസ്റ്റിക് ചെടികളാട്ടോ. അപ്പോൾ മേലോട്ടേക്ക് കയറി വന്നാൽ ഇവിടെ വലിയൊരു ഹാളാണ് കാണാൻ. ഞാൻ ഈ വീട് പണി തുടങ്ങുന്ന സമയത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മേലെ മതി റൂം എന്നുള്ളത്. ഈ ഹാളുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വലിയ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആണുങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാനൊക്കെ ഈ ഒരു വലിയ സ്പേസ് ഭയങ്കര ഉപകാരമാണ്. പിന്നെ കസിൻസൊക്കെ വരുമ്പോൾ വിരിച്ച് കിടക്കാനൊക്കെ ആയിട്ട് ഭയങ്കര നല്ലതാണ്. പിന്നെ അവിടുന്ന് നേരെ ഒരു കുഞ്ഞി ബാൽക്കണി ഉണ്ട്. ബാൽക്കണീൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലൊരു പോർഷൻ ഉണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യാറില്ല. അമ്മഞ്ഞി അവിടെ ചെടി നടണം എന്നൊക്കെ പറയുന്നുണ്ട്. നാളെ കാലത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മുറി എടുക്കണം എന്ന് തോന്നിയാൽ ആ ഒരു പോർഷൻ യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് താഴോട്ടേക്ക് നോക്കി 10 ആളുടെ കുറ്റം പറഞ്ഞിരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. അവിടുന്ന് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ സൈഡിൽ കാണുന്നത് എൻ്റെ സ്റ്റഡി റൂമാണ്. എൻ്റെ നല്ല ഞങ്ങളുടെ സ്റ്റഡി റൂമാണ്. പക്ഷേ സ്റ്റഡി അല്ലാത്ത എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കാറുണ്ട്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ ഡ്രോയിങ്സും പിന്നെ അതേപോലെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കണ്ടില്ല നമ്മുടെ മിലിയുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബുക്ക് സാധനം ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് അവിടെയും ഇവിടെയായിട്ട് ബുക്കും കാര്യങ്ങളൊന്നും വലിച്ചു വാരി കിടക്കൂല. അതിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾക്കും ഓരോ സ്പേസ് ഇപ്പച്ചി ഉണ്ടാക്കി തന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ രശ്മികയുടെയും വിജയുടെയും ഫോട്ടോ വരച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതാണ് നിങ്ങളിപ്പോൾ ആ സൈഡിൽ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റിൽ വരുന്നതാണ് എൻ്റെ മുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മുറിയുടെ ജനൽ കൂടെ നോക്കിയാൽ നല്ല രസമാട്ടോ. നമ്മുടെ ആ ഒരു ഏരിയ മൊത്തം കവറായിട്ട് കാണാൻ പറ്റും. പിന്നെ എൻ്റെ റൂം കുറച്ച് മെസ്സി ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കയറി വരുമ്പോൾ കട്ടിലുണ്ട്. പിന്നെ ആ സൈഡിലൊരു ആങ്കർ വരുന്നുണ്ട്. ഞാനിങ്ങനെ ചെരിച്ചിട്ടാട്ടോ ആങ്കർ വെച്ചേക്കുന്നത്. പിന്നെ എൻ്റെ അലമാറ വരുന്നുണ്ട്. പിന്നെ ഇവിടെ 2 പേർക്കൊക്കെ ഇരിക്കാൻ പാകത്തിനുള്ളൊരു സോഫയുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് എൻ്റെ മുറിയിലെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. താഴെ കാണിച്ചിട്ടുള്ള സെയിം മോഡൽ സെയിം ബാത്റൂം തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നും ഒരു ബാത്റൂമിലും ഇല്ല. പിന്നെ ഹാളിൽ നമ്മളൊരു കോമൺ ബാത്റൂം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ നവർ ഇപ്പോൾ പറയുന്നത് ഇത് ഇവളുടെ ബാത്റൂം ആണെന്നാണ്. ഇപ്പോൾ പറയുന്നത് എൻ്റെ ബാത്റൂം മാത്രം ഒരു കട്ടപ്പെട്ടി പോലെ ചെറുതാണ്, ബാക്കിയൊക്കെ വലുതാണ്. എനിക്ക് എന്നാണ് ഇതിൽ നിന്നൊരു മോക്ഷം കിട്ടുക എന്നൊക്കെ ചോദിക്കണത്. പക്ഷേ ഞാൻ പറയുമ്പോൾ തേച്ച് കഴുകി വൃത്തിയാക്കാൻ നല്ലതാ ചെറിയ ബാത്റൂമാണ്. പിന്നെ അവളുടെ മുറിയാണ് ഈ കാണുന്നത്. ഈ സൈഡിലായിട്ട് നവീദും ഉമ്മയും ഇപ്പോൾ ഈ മുറിയിലാണ് കിടക്കുക. ഉപ്പ ഇവിടെ ഇല്ലാത്തതും കൊണ്ട് ഇവർ 3 ആളും കിടക്കണം. അതുകൊണ്ടാണ് ഇവിടെ 2 കട്ടിൽ വന്നേക്കുന്നത്. പിന്നെ ഈ സൈഡിലായിട്ട് ഓൾഡ് ഒരു മേക്കപ്പ് സെറ്റ് ടേബിളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹോം ടൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വീട് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടും വീട് പരിസരങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഹോം ടൂർ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. അപ്പോൾ ഇനി ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.